മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് നടക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. നമ്മൾ ഷട്ടറിങ് ഒക്കെ കഴിഞ്ഞ ടൈമിൽ ജാക്കിയിലെ ആ ഹോളുണ്ടല്ലോ, അതിൽ കൊടുത്ത പിന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇതേപോലെ 8 mm കമ്പിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് ഊരി വെച്ചിട്ട് ഇതേപോലെ ജാക്കിയുടെ പിന്നോ അല്ലെങ്കിൽ 10 mm അല്ലെങ്കിൽ 12 mm കമ്പിയോ വെച്ച് ആ ഹോളിലിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ മണ്ണിൽ ഇതേപോലെ ഡയറക്റ്റ് ജാക്കി കൊടുക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ വീഡിയോയിൽ കണ്ട പോലെ ഇതൊരു മെയിൻ സപ്പോർട്ടാണ്. മെയിൻ സ്പാൻ വന്ന് റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ജാക്കി സപ്പോർട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ട് താഴത്ത് ഇതേപോലെ ഒരു വുഡൻ പ്ലാങ്ക് വെച്ച് താന്നു പോകുന്നതിന് ഒന്ന് ഹാമർ കൊണ്ട് അടിച്ചൊന്ന്, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു വുഡൻ പ്ലാങ്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ജാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മെയിൻ ബീം വരുന്നതെല്ലാം മിക്കവാറും താഴത്ത് പ്ലിന്ത് ബീം ഉണ്ടാവേണ്ടതാണ്. അതിൻ്റെ മേലെ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ താഴത്ത് വുഡൻ പ്ലാങ്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ഇത് വീഡിയോയിൽ കണ്ട പോലെ നമുക്ക് മെയിൻ ബീം വരുന്ന കുറച്ച് ഹെവി ബീം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ജാക്കികൾ നമുക്ക് സ്പേസിങ് വളരെ കുറച്ച് കൊടുക്കുക. കുറച്ച് ഡെപ്ത് വരുന്ന ബീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാക്കിയുടെ സ്പേസിങ് കുറച്ച് കൊടുത്തിട്ട് ജാക്കിയുടെ എണ്ണം കുറച്ച് കൂടുന്നുള്ളൂ. അത് നമുക്ക് ഇതേ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ പ്ലിന്ത് ബീം വരാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്വയർ ട്യൂബോ, ഒരു 2x5 ഇഞ്ച് വരുന്ന സ്ക്വയർ ട്യൂബോ അല്ലെങ്കിൽ താഴത്തൊരു സ്പാൻ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ സ്ക്വയർ ട്യൂബ് വെച്ച് താഴത്ത് വുഡൻ പ്ലാങ്ക് വെച്ച് പാക്ക് ചെയ്ത് താന്നു പോകാത്ത രൂപത്തിലാണ് അത് ഷട്ടർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ എന്ന രൂപത്തിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.